അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. വെളിയങ്കോട് ഉമർ ഖാദി ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകാനുരാഗികളിൽ ഒരാൾ. പ്രവാചകനെ ഇത്രയേറെ സ്നേഹിച്ച മറ്റൊരു പ്രവാചകാനുരാഗിയെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ നാവിൻ തുമ്പത്ത് പറയാൻ കഴിയില്ല. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഇൻഡോ അറബിക് റൈറ്റർ, ഏറ്റവും വലിയ സൂഫി ഗുരുവിൽ ഒരാൾ. അതേപോലെ എന്തൊക്കെ വിശേഷണങ്ങൾ ഉണ്ടോ അത് മുഴുവനും അർഹിക്കുന്ന ഒരു മഹാസൂഫി ഗുരുവാണ് വെളിയങ്കോട് ഉമർ ഖാദി. ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായിട്ട് നികുതി നിഷേധ പ്രസ്ഥാനത്തിലൂടെ പോരാട്ടം നടത്തിയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ് വെളിയങ്കോട് ഉമർ ഖാദി. ആ വെളിയങ്കോട് ഉമർ ഖാദിയുടെ ജീവചരിത്രം ഓരോ മലയാളിയും ശരിക്കും വായിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമാണ്. ഒരു സൂഫി ഗുരു എന്നതിനപ്പുറം ഒരു നാടിനു വേണ്ടി പോരാടിയ, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു പോരാളിയാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പോലും അതും നല്ല ഏറ്റവും ഈ സാഹിത്യസമ്പന്നമായ നിമിഷ കവികളിലൂടെ ആളുകളോട് സംസാരിച്ചിരുന്ന ഒരു കവിയാണ്. മസലകൾ, അതുപോലെയുള്ള മസലകൾ പോലും നിമിഷ കവികൾ കൊണ്ട് എഴുതിയ ഒരു ഗ്രന്ഥകാരൻ. അത്തരമൊരു മഹാപ്രതിഭയെ പലപ്പോഴും വേറെ ഏതെങ്കിലും ചട്ടക്കൂടുകൾ മാത്രം ഒതുക്കി നമ്മൾ മറന്നു പോകുന്നതാണ്. വെളിയങ്കോട് ഉമർ ഖാദിയുടെ ചരിത്രം ഓരോ മലയാളിയും അഭിമാനത്തോടെ, നമ്മുടെ സന്തോഷത്തോടെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ആരാണ് ശരിക്കും വെളിയങ്കോട് ഉമർ ഖാദി? എന്താണ് വെളിയങ്കോട് ഉമർ ഖാദിയുടെ പ്രത്യേകത? അസാധാരണമായ വിഭവശേഷിയുമായി 100 കൊല്ലത്തോളം ജീവിച്ച മഹാസൂഫി ഗുരുവായ ഒരു മനുഷ്യൻ. മതപണ്ഡിതൻ്റെ മേൽവിലാസവും സമുദായ പരിഷ്കർത്താവിൻ്റെ ദിശാബോധവും മഹാകവിയുടെ സർഗസിദ്ധിയും സ്വാതന്ത്ര്യ പോരാളിയുടെ കരളുറപ്പും ഒത്തുചേർന്ന ആ ജന്മം അമാനുഷിക സിദ്ധിയുള്ള ഔലിയ ആയി വാഴ്ത്തപ്പെട്ടത് അക്കാലത്ത് സ്വാഭാവികം മാത്രം. ഇന്നത്തെ മലപ്പുറം ജില്ലയുടെ തീരപ്രദേശത്ത് പൊന്നാനിക്കടുത്ത വെളിയങ്കോട് 1765 പിറന്ന ഉമർ ഖാദിയാണ് ഈ ചരിത്രപുരുഷൻ. ഖാദിയാരകത്ത് കാക്കത്രയിൽ ഉമർ എന്നാണ് മുഴുവൻ പേര്. 1857 ഈ പോരാളിയുടെ മരണത്തിനു ശേഷമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിളിക്കപ്പെടുന്ന ശിപ്പായി ലഹള പോലും ആരംഭിക്കുന്നത്. കാലത്തോട് ചേർത്ത് വെച്ച് ചരിത്രം വായിക്കുമ്പോൾ ഉമർ ഖാദിയുടെ തിളക്കം വർദ്ധിക്കുന്നതും അതുകൊണ്ടാണ്. അറബ് നാട്ടിൽ നിന്നും 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കേരളത്തിലെത്തിയ ഒരു മതപണ്ഡിതൻ വെളിയങ്കോട് കാക്കത്തറ ഇല്ലത്ത് നിന്ന് ഒരു ബ്രാഹ്മണ സ്ത്രീയെ വിവാഹം ചെയ്തതിൽ പിറന്ന കുഞ്ഞാണ് ഉമർ. ഈ കുട്ടിയാണ് പിന്നീട് ഉമർ ഖാദി എന്ന പേരിൽ പ്രസിദ്ധമായത്. അക്കാലത്ത് കടൽ കടന്നെത്തുന്ന അറബികളുമായി വിവാഹബന്ധം ഏർപ്പെടുന്നതിൽ ബ്രാഹ്മണ കുടുംബങ്ങൾ അഭിമാനം കണ്ടിരുന്നു. അങ്ങനെയാണ് താനൂരെത്തിയ ആ അറബ് കുടുംബവുമായി വെളിയങ്കോട് കാക്കത്തറയിലെ ബ്രാഹ്മണ കുടുംബം വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത്. പിതാവിൻ്റെ കുടുംബത്തുനിന്ന് കിട്ടിയ അറബി പാണ്ഡിത്യവും മാതൃകുടുംബത്തുനിന്ന് ലഭിച്ച സംസ്കൃതജ്ഞാനവും ഉമർ എന്ന യുവാവിൽ സംഗമിച്ചു. തൊഴിൽ മേഖലയിലും ഈ സംഗമ സ്വഭാവം പ്രകടമായി. ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ ഗുരുവും കാർമ്മികനുമായ ഖാദിയായി അറിയപ്പെടുമ്പോഴും ഉമർ ഖാദി ആയുർവേദ ചികിത്സയുടെ മർമ്മം സ്വായത്തമാക്കിയ വൈദ്യനുമായിരുന്നു. ജന്മദേശമായ വെളിയങ്കോട് ഖാദിയായി സ്ഥാനമേറ്റ ആ യുവാവ് വൈകാതെ മേൽഖാദിയായി ഉയർന്നു. അനേകം മഹല്ലുകളുടെ മതമേധാവിയായി പ്രവർത്തിക്കുന്ന ഖാദിക്കാണ് മേൽഖാദി എന്ന് പറയാറ്. വെളിയങ്കോട് മുതൽ ചേറ്റുവ വരെ കേരള തീരത്തെ 12 മഹല്ലുകളുടെ മേൽഖാദിയായി ഉമർ ഖാദി നിറഞ്ഞു നിന്നു. മതവിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച ഉസ്താദായിരുന്നു ഉമർ ഖാദി. പലർക്കും അമാനുഷിക സിദ്ധിയുള്ള ഒരു ഔലിയ, ചിലർക്കെങ്കിലും ആത്മീയ വിദ്യ പകർന്നു കൊടുക്കുന്ന സൂഫി ഗുരു. ഇങ്ങനെ പല മുഖങ്ങളാണ് ഉമർ ഖാദിക്കുള്ളത്. അതോടൊപ്പം തന്നെ നിമിഷ കവി എന്ന ഉന്നതനായ ഒരു കവി കൂടിയായിരുന്നു. പിതാവിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. പരിശുദ്ധ ഖുർആനും മതത്തിൻ്റെ ബാലപാഠങ്ങളും പിതാവിൽ നിന്ന് തന്നെ പഠിച്ചു. 10 വയസ്സുവരെ മാത്രമേ ഇതിന് ഭാഗ്യം സിദ്ധിച്ചുള്ളൂ. 10-ാം വയസ്സിൽ പിതാവ് ഇഹലോകവാസം വെടിഞ്ഞു. പിന്നെ സഹോദരൻ്റെയും സഹോദരിമാരുടെയും തണലിലാണ് ഉമർ ഖാദി വളർന്നത്. മാതാവ് അതിനു മുൻപ് തന്നെ വഫാത്തായിരുന്നു. പിതാവിൻ്റെ മരണശേഷം 3 കൊല്ലം കൂടി ഉമർ ഖാദി വെളിയങ്കോട് വളർന്നു. പിന്നെ 13-ാമത്തെ വയസ്സിൽ പൊന്നാനിയിലേക്ക് പോയി. അന്ന് പൊന്നാനിയിലെ ജുമാഅത്ത് പള്ളി ചെറിയ മക്ക എന്ന പേരിലാണ് കേരളത്തിനകത്തും പുറത്തും അറിയപ്പെട്ടിരുന്നത്. അന്ന് മമ്മിക്കുട്ടി ഖാദി എന്ന മഹാപണ്ഡിതനും സൂഫി ഗുരുവുമായിരുന്നു പൊന്നാനി പള്ളിയിലെ മുദരിസ്. അക്കാലത്ത് കേരളത്തിലെ കേളികേട്ട മുഫ്തിയും ഖാദിയുമായിരുന്നു അദ്ദേഹം. തിരൂരങ്ങാടി, കൊണ്ടോട്ടി, പറവണ്ണ മുതലായ സ്ഥലങ്ങളിലെ ഖാദി അദ്ദേഹമായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം ലഭിക്കണമെങ്കിൽ ഉയർന്ന കിതാബുകൾ ഓതിയവർക്കേ സാധിച്ചിരുന്നുള്ളൂ. കോഴിക്കോട്ടെ സാമൂതിരിയും കോട്ടയം തമ്പുരാക്കളും ഈ മമ്മിക്കുട്ടി ഖാദിക്ക് അംഗീകാരമായി പല പാരിതോഷികങ്ങളും നൽകാറുണ്ടായിരുന്നു. അറിവനുസരിച്ച ഇബാദത്തും പൂവിൽ നിലാവ് പോലെ മുത്തിന് സൗരഭ്യം പോലെ സമ്മേളിച്ച ആ മഹാൻ ഔലിയാക്കളുടെ ഒന്നാം നിരക്കാരനായിരുന്നു. ആ മഹാൻ്റെ മുൻപിലാണ് 13കാരനായ ഉമർ എന്ന ബാലൻ ചെന്ന് ഹാജരായത്. അസ്സലാമു അലൈക്കും. ഉടൻ തന്നെ ഖാദി വ അലൈക്കും അസ്സലാം. എന്തു വേണം? എനിക്ക് ഇൽമു പഠിക്കണം. നീ എവിടെ നിന്ന് വരുന്നു? വെളിയങ്കോട് നിന്ന്. നീ ആരുടെ മകനാണ്? ആലി മുസ്ലിയാരുടെ മകനാണ്. ഖാദിയുടെയോ? അതെ. നീ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നായി അടുത്ത ചോദ്യം. ഖുർആനും മതത്തിൻ്റെ ബാലപാഠങ്ങളും. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാമോ എന്നായി മമ്മിക്കുട്ടി ഖാദി. ഇൻഷാ അല്ലാഹ് എന്ന പുഞ്ചിരിയുള്ള മറുപടി. അള്ളാഹു ഉണ്ട് എന്നതിന് എന്താണ് തെളിവ്? ഇതായിരുന്നു മമ്മിക്കുട്ടി ഖാദിയുടെ ചോദ്യം. വളരെ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു, ഞാൻ തന്നെ. അതെങ്ങനെയാണ് തെളിവാകുന്നത്? ഇല്ലായ്മയിൽ നിന്ന് എന്നെ ഉണ്ടാക്കാൻ ഒരു സൃഷ്ടാവ് വേണം. ആ സൃഷ്ടാവിനെ നീ കണ്ടിട്ടുണ്ടോ എന്നായി മറുചോദ്യം. ഒരിക്കലുമില്ല. പിന്നെ എങ്ങനെ നീ ആ പടച്ചവനിൽ വിശ്വസിക്കുന്നു എന്നായി ചോദ്യം. അവൻ്റെ ചൈതന്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഉടൻ തന്നെ മമ്മിക്കുട്ടി ഖാദി ചോദിച്ചു, എന്താണ് പടച്ചവൻ്റെ ആ ചൈതന്യം? ഉടൻ തന്നെ ഉമർ ഖാദിയുടെ മറുപടി ഇതായിരുന്നു, എൻ്റെ മുന്നിൽ കാണുന്നതെല്ലാം ആ ചൈതന്യമാണ്. വെറും 13കാരൻ്റെ മനോഹരമായ തസവുഫിൻ്റെയും മറുപടി കേട്ട മമ്മിക്കുട്ടി ഖാദി അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞേ, ഇവിടെ നിന്നെപ്പോലെയുള്ള കുട്ടികൾ ചെറിയ മുദർരിസുമാരുടെ കീഴിലാണ് പഠിക്കാറ്. എങ്കിലും നിന്നെ ഞാൻ നേരിട്ട് നോക്കിക്കൊള്ളാം. അന്നു മുതൽ ഉമ്മർ മമ്മിക്കുട്ടി ഖാദിയുടെ കീഴിൽ പൊന്നാനി പള്ളിയിൽ വെച്ച് പഠനമാരംഭിച്ചു. ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ 2 പ്രധാന മുസ്ലിം കേന്ദ്രങ്ങൾ തമ്മിൽ മതപരമായ തർക്കങ്ങൾ രൂക്ഷമായി നിലനിന്ന കാലമായിരുന്നു ഉമർ ഖാദിയുടേത്. പൊന്നാനിക്കൈ, കൊണ്ടോട്ടിക്കൈ എന്നീ പേരുകൾ അറിയപ്പെട്ടിരുന്ന ഈ വിഭാഗീയത അടിസ്ഥാനപരമായി സുന്നി ഷിയ തർക്കമായിരുന്നു. പൊന്നാനിയിലെ മഖ്ദൂം പരമ്പര സുന്നികളുടെ ആത്മീയ ഗുരുവാണ്. കൊണ്ടോട്ടിത്തങ്ങളുടെ പരമ്പരയാകട്ടെ ഷിയാ വിശ്വാസത്തിൻ്റെ ധാരയിൽ നിന്ന് വരുന്നവരാണ്. സുന്നികൾക്ക് അനുകൂലമായി അന്ന് മക്കയിൽ നിന്നും മദീനയിൽ നിന്നും ഫത്വകൾ വന്നിരുന്നു. ഉമർ ഖാദി പൊന്നാനി വിഭാഗത്തിനു വേണ്ടി വാദമുഖങ്ങളിൽ നിറഞ്ഞു നിന്നു. തുളച്ചു കയറുന്ന വാക്കുകളേക്കാൾ കരളിൽ ഒലിച്ചിറങ്ങുന്ന കവിതകളാണ് അവിടെയും ഉമർ ഖാദിയെ വേറിട്ടു നിർത്തിയത്. നിത്യജീവിതത്തിലെ കൊച്ചു വർത്തമാനങ്ങൾ പോലും കവിതകളായി ചിതറി വീണതാണ് ജീവിതപാഠങ്ങളെന്ന് വിളിക്കാവുന്ന ഉമർ ഖാദിയുടെ പദ്യശകലങ്ങൾ. അടക്ക, വെറ്റില, പുകയില, ചുണ്ണാമ്പ് എന്നിവ ചേർത്താണല്ലോ മുറുക്കേണ്ടത്. ആരോടെങ്കിലും ഒന്ന് മുറുക്കാൻ ചോദിക്കുമ്പോഴേക്കും ഉമർ ഖാദിക്ക് അറിയാതെ കവിത വരും. അന്ത്യാക്ഷര പ്രാസം ഉൾപ്പെടെയുള്ള അറബി കാവ്യ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടുള്ള ഉമർ ഖാദിയുടെ കവിത മനോഹരമാണ്. അർക്കാനു മുർക്കാനിന അർബഅത്തു നൂറു വഫുഹൂലു തമ്പുലു വ തമ്പാക്കു മഷഹൂറു. മനോഹരമായൊരു കവിത. എൻ്റെ ആശയം ഇങ്ങനെയാണ്: മുറുക്കാനുള്ള 4 ഘടകങ്ങളും വരട്ടെ. ചുണ്ണാമ്പ്, അടക്ക, വെറ്റില, പിന്നെ പേരുകേട്ട പുകയില. ആദ്യമായി തീവണ്ടി കണ്ട കൗതുകം ഉമർ ഖാദി തൻ്റെ സുഹൃത്തിനോട് കവിതയിലൂടെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: റഅയ്തു ബി ബർറിൻ അംസിയ സ്വഹഹ മിർകബ യസീറു ബിലാ റിജിലിൻ അലറൈലി ഹാരിബ ബിസൗത്തിൻ ബികൂകൂകു വശീശീശി മഅദ്ദുഖാൻ വഫീഹിൽ അനാസു വൽ മതാഇ അജായിബ. കവിതയുടെ ആശയം എങ്ങനെയാണ്? സ്നേഹിത, ഇന്നലെ കരയിലൂടെ കാലില്ലാതെ റെയിലിൽ കൂടി ഓടുന്നൊരു വാഹനം ഞാൻ കണ്ടു. കൂക്കൂ ചീശി എന്ന ശബ്ദത്തോടും പുകയോടും കൂടി അത് ഓടുന്നു. നിറയെ ആളുകളും ചരക്കുകളുമുണ്ട് ആ വണ്ടിയിൽ. എന്ത് മനോഹരമായിട്ടാണ് ഉമർ ഖാദിയുടെ കവിത! അനുയായികളെയും വിദ്യാർത്ഥികളെയും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മതപാഠങ്ങൾ മിക്കപ്പോഴും ഉമർ ഖാദി അറിയാതെ കവിതകളായി പുറത്തു വരാറുണ്ട്. ഭക്ഷണം, വസ്ത്രം, വിവാഹം, ആരാധനാകർമ്മം, ചരിത്രം, സ്വഭാവ സംസ്കരണം, ആയുധപ്രയോഗം തുടങ്ങി ജീവിതത്തിനാവശ്യമായ എല്ലാ ഘടകങ്ങളും മതവിധികളായി അവതരിപ്പിക്കുന്ന കാവ്യഭാഗമായി ഇതിനെ പരിശോധിക്കാവുന്നതാണ്. ഉമർ ഖാദി ഇതെല്ലാം കവിതകളായാണ് എഴുതിയത്. ഭക്ഷ്യയോഗ്യമായ ജന്തുക്കൾ, നിഷിദ്ധമായ ജന്തുക്കൾ, ഭക്ഷണത്തിനായി മൃഗങ്ങളെ അറക്കുന്നതിലെ നിയമങ്ങൾ, ആയുധങ്ങൾ തുടങ്ങിയ മതപാഠങ്ങളെല്ലാം ഉമർ ഖാദിയുടെ കവിതയുടെ വിഷയങ്ങളാണ്. മഖാസിദുൻ നിക്കാഹ് എന്ന ഒരു ഖാദിയുടെ കൃതി 1831 മീർഖാനി ബോംബെയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. ടിപ്പു സുൽത്താൻ്റെ രക്തസാക്ഷിത്വവും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കിരാതമുറകളും ദിഷണാശാലിയായ
ഉമർ ഖാദി എന്ന യുവാവിൻ്റെ ഞരമ്പുകളിൽ തീ പടർത്തി. സാമ്രാജ്യത്വത്തിൻ്റെ മുഖം നേർക്കുനേരെ കാണാൻ അവസരം കാത്തിരുന്ന അത്യാവേശത്തിൻ്റെ പ്രായം. ഉമർ ഖാദിയുടെ കുടുംബത്തിന് ധാരാളം ഭൂസ്വത്തുണ്ടായിരുന്നു. ഭൂനികുതിയായിരുന്നു സർക്കാരിൻ്റെ പ്രധാന വരുമാനം. നികുതി അടക്കുകയാണ് ഗവൺമെൻറ്റിനോട് കൂറുകാട്ടുന്നതിൻ്റെ മാനദണ്ഡം. അതുതന്നെ അവസരമെന്ന് ഉമർ ഖാദി തീരുമാനിച്ചു. വഞ്ചനയിലൂടെ നമ്മുടെ രാജ്യം കൈവശപ്പെടുത്തിയ ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കേണ്ടതില്ല എന്ന് തൻ്റെ അധീനതയിലുള്ള മഹല്ലുകൾ തോറും അദ്ദേഹം പഠിപ്പിച്ചു. വർഷങ്ങൾ നീളുന്തോറും ശാസ്ത്രീയമായ നികുതി സമ്പ്രദായവും ഭൂനികുതി ഫലപ്രദമായി പിരിച്ചെടുക്കാനുള്ള ഉദ്യോഗസ്ഥ വൃന്ദവും ബ്രിട്ടീഷ് ഭരണത്തിന് സജീവമായി. ഉമർ ഖാദിയുടെ നികുതി അപ്പോഴേക്കും വർഷങ്ങളുടെ കുടിശ്ശികയായി കിടപ്പായിരുന്നു. 1819 നികുതി നിഷേധമെന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യത്തെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഉമർ ഖാദി ബീജം നൽകുകയായിരുന്നു. നികുതി പിരിക്കാൻ ഖാദിയെ തേടി വന്ന അംശമധികാരിയും മേനോനും കണക്കിന് ശകാരം കിട്ടി തിരിച്ചുപോയി. കിട്ടിയത് 10 മടക്കാക്കി സായിപ്പിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്യാനും താമസമുണ്ടായില്ല. ആപൽക്കരമായൊരു കൊടുങ്കാറ്റാണ് ഉമർ ഖാദി എന്ന മതപണ്ഡിതൻ നാട്ടിൽ വിതച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അധികാരികൾ കണ്ടറിഞ്ഞു. ഖാദിയെ നിലക്കു നിർത്താൻ തന്നെ തീരുമാനിച്ചു. ചാവക്കാട് തുക്കിടിയുടെ ദൂതന്മാർ വെളിയങ്കോട്ടെത്തി. ചാവക്കാട് കച്ചേരിയിൽ ചെന്ന് സായിപ്പിനെ കാണാനുള്ള അടിയന്തര സന്ദേശം ഉമർ ഖാദിക്ക് കൈമാറി. ഒട്ടും താമസിക്കാതെ ഏകനായി ഉമർ ഖാദി ധൈര്യത്തോടെ ചാവക്കാട്ടെത്തി. നീപ്പു എന്ന വെള്ളക്കാരനായിരുന്നു തുക്കിടി. അയാൾ ഇറങ്ങി വന്ന് അചഞ്ചലായി നിൽക്കുന്ന ഉമറിനെ തുറിച്ചു നോക്കി. നാം ആരാണെന്നറിയാമോ? വെള്ളക്കാരൻ്റെ ധാഷ്ട്യം നിറഞ്ഞ ചോദ്യം. ഉമർ ഖാദിയുടെ മുഖത്ത് പുച്ഛത്തിൽ പൊതിഞ്ഞ ചിരി. തുക്കിടിയുടെ ശബ്ദം പരുഷമായി. നമ്മുടെ കൽപ്പന അനുസരിക്കാൻ തയ്യാറാണോ? ഉമർ ഖാദിയുടെ മുഖത്ത് മാംസപേശികൾ വലിഞ്ഞു മുറുകി. അറബി ഭാഷയിൽ ബംഗ്ലാവ് കുലുങ്ങുന്ന അലർച്ച. എന്തു പറഞ്ഞടാ വിഡ്ഢി നീ? ആ ഗർജനത്തിൻ്റെ മുഴക്കത്തിൽ ആ ബ്രിട്ടീഷുകാരൻ്റെ ചാവക്കാടുള്ള കച്ചേരിയാകെ അമ്പരന്ന് നിൽക്കുമ്പോൾ ഉമർ ഖാദി കാർക്കിച്ചു തുപ്പി. തുക്കിടിയുടെ മുഖത്ത് തന്നെ ഉമനീർ കണങ്ങൾ ചിതറിയൊലിച്ചു. സാമ്രാജ്യത്വ ഭീകരൻ്റെ ഹുങ്കിൽ തറച്ച കൂരമ്പുകളായിരുന്നു അത്. രോഷം കൊണ്ട് കത്തിയാളി നിൽക്കുന്ന ഉമർ ഖാദിയോട് അടുക്കാൻ ഒരു പോലീസുകാരൻ കുതിച്ചു ചെന്നു. അയാളുടെ കരണത്ത് ഉമർ ഖാദി ആഞ്ഞടിച്ചു. ഒറ്റയടിക്ക് തന്നെ അയാൾ വീണുപോയി. അപ്പോഴേക്കും തുക്കിടിയും പരിവാരങ്ങളും ഉണർന്നു. അനേകം പേർ ചേർന്ന് ഉമർ ഖാദിയെ പിടിച്ച് ജയിലിലടച്ചു. പിറ്റേന്ന് കനത്ത കാവലോടെ കോഴിക്കോട് ഹജൂർ കച്ചേരിയിൽ ഹാജരാക്കി. മലബാർ കലക്ടർ മൈക്ലിൻ പ്രഭു ഉമറിനെ വിചാരണ ചെയ്തു. ഒട്ടും കൂസാതെ ഉമർ ഖാദി കുറ്റം സമ്മതിച്ചു. കലക്ടർ വിധി പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷ് ഭരണത്തോട് മാപ്പ് പറയണം, നിയമപ്രകാരം നികുതി അടക്കണം. ഉമർ ഖാദിയുടെ മറുപടി ഉടൻ വന്നു. രണ്ടും സാധ്യമല്ല. അതായിരുന്നു ഉമർ ഖാദി എന്ന ധീരൻ. ഖാദിയെ ബ്രിട്ടീഷ് ഭരണകൂടം കൽത്തുറങ്കിൽ അടച്ചു. 1819 ഡിസംബർ 18-നായിരുന്നു അത്. അനിശ്ചിതകാല തടവ് ശിക്ഷ അനുഭവിക്കാൻ ഉയർത്തിപ്പിടിച്ച ശിരസ്സുമായി ആ ധീരദേശാഭിമാനി കോഴിക്കോട് ജയിലിലേക്ക് പോയി. ജയിലിൽ കിടന്നുകൊണ്ട് ഉമർ ഖാദി അറബി കാവ്യഭാഷയിൽ ഒരു കത്തെഴുതി. തിരൂരങ്ങാടിക്കടുത്ത മമ്പുറം ആസ്ഥാനമാക്കി ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന കുത്തുബ് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ എന്ന മഹാസൂഫി ഗുരുവെന്ന തൻ്റെ ആത്മീയ ഗുരുവിനായിരുന്നു ആ കത്ത്. ജയിൽ സാഹിത്യങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട കാവ്യങ്ങൾ. മതവിദ്യയിൽ ഉമർ ഖാദിയുടെ ഉസ്താദും ആത്മീയ വിദ്യയിൽ ഷെയ്ഖുമായിരുന്നു മമ്പുറം തങ്ങൾ. വികാര തീവ്രമായൊരു കവിതയായിരുന്നു ആ കത്ത്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ പീഡനങ്ങളോടുള്ള ഉമർ ഖാദിയുടെ അമർഷമത്രയും ആ കാവ്യ സന്ദേശം മമ്പുറം തങ്ങൾക്ക് കൈമാറി. സന്ദേശത്തിൻ്റെ വികാരം മമ്പുറം തങ്ങൾ മുസ്ലിം മഹല്ലുകൾക്ക് കൈമാറി. ഉമർ ഖാദിയെ കാണാതെ മുസ്ലിങ്ങൾ അന്വേഷണം തുടങ്ങിയ അവസരത്തിലാണ് മമ്പുറം തങ്ങളുടെ സന്ദേശം മഹല്ലുകളിൽ എത്തുന്നത്. ഉമർ ഖാദിയുടെ കത്ത് മമ്പുറം തങ്ങളിലൂടെ കിട്ടിയ മുസ്ലിങ്ങൾ അതിശക്തമായ ഫത്വയായി അത് ഏറ്റെടുത്തു. മഹല്ലുകൾ ഇളകിമറിയാൻ തുടങ്ങി. കേരള തീരത്തൊരു വൻ കലാപത്തിന് കളമൊരുങ്ങിയത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ജില്ലാ കലക്ടറെ ധരിപ്പിച്ചു. ഭരണകൂടം തൽക്കാലം പരീക്ഷണത്തിന് നിന്നില്ല. ഉമർ ഖാദിയെ നിരുപാധികം വിട്ടയച്ചു. ഖാദിയുടെ മഹല്ലുകളിൽ നികുതി പിരിവിന് ചെല്ലാൻ പിന്നീട് വളരെ കാലം ഉദ്യോഗസ്ഥർക്ക് ഭയമായിരുന്നുവത്രേ. പ്രവാചക പ്രണയത്തിൻ്റെ അങ്ങേയറ്റത്തെ ആശിക്കായിരുന്നു വെളിയങ്കോട് ഉമർ ഖാദി. പ്രവാചകൻ്റെ ഖബറിടത്തിൽ ചെന്ന് പ്രവാചകനോടുള്ള അനുരാഗം കൊണ്ട് മനോഹരമായിട്ട് കവിത എഴുതി പ്രവാചകനോട് സലാം പറഞ്ഞ ഒരു പ്രവാചകാനുരാഗി. എത്ര പ്രവാചകൻ! ആ ഒരു കവിതയുടെ കാവ്യഭംഗി അറബ് ഭാഷയിലെ ക്ലാസിക് കൃതികളായിട്ട്, ക്ലാസിക് കവിതയായിട്ട് മാറുന്ന രൂപഭംഗിയുള്ള, ഭാഷാഭംഗിയുള്ള മനോഹരമായൊരു കവിതയായിരുന്നു പ്രവാചക പ്രണയത്താൽ ഉമർ ഖാദി എഴുതിയ മഹാകവിത. ആ കവിതയിലെ ചെറിയൊരു വരിയുടെ അർത്ഥം ഞാൻ പറയാം. എൻ്റെ 2 കണ്ണുകളിൽ നിന്നൊഴുകുന്ന ബാഷ്പകണങ്ങൾ വറ്റുന്നില്ല, പക്ഷേ അത് കവിളിണകളിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു.
രണ്ട് ലോകങ്ങളുടെയും നേതാവിനോടുള്ള മുത്തുനബിയോടുള്ള പ്രേമമാണ് എൻ്റെ ഈ രണ്ട് കണ്ണുകളിൽ. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരിച്ചു മണ്ണടിഞ്ഞാലും എൻ്റെ മുത്തുനബിയോടുള്ള പ്രവാചക പ്രണയം അത് തുടരുക തന്നെ ചെയ്യും. എത്ര പറഞ്ഞാലും മതിവരാത്ത, എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത വീരധീര കഥാത്ഭുത കഥകൾ നിറഞ്ഞതാണ് ഉമർ ഖാദിയുടെ ചരിത്രം. ഇതുപോലെയുള്ള മഹാന്മാരുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കാനും അവരുടെ മദതുകൾ ജീവിതത്തിലുണ്ടാവാനും പടച്ചറബ് നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ. ഈ വീഡിയോയുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.